സംഘടനാ നടപടി പാലിച്ചാണ് എലത്തൂരിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ AK ശശീന്ദ്രൻ 24-നോട് 3 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉയർന്നു വന്നത്. അഭിപ്രായ ഭിന്നത ഉണ്ടായെങ്കിലും NCP ദേശീയ നേതൃത്വം അതിലൊരു തീരുമാനമെടുത്തു. LDF-ന് ഭരണ തുടർച്ച ഉറപ്പാണെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. കുറച്ച് ദിവസത്തെ പ്രതിസന്ധികൾ, NCP-യിലെ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അതിനൊടുവിലാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ലിസ്റ്റ് പോകുന്നു. ദേശീയ നേതൃത്വം AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. സിറ്റിംഗ് MLA-മാർ രണ്ടുപേരും മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. മിനിസ്റ്റർ, NCP-യിലെ പ്രശ്നങ്ങൾ തീർന്നു? NCP-യിൽ പ്രശ്നങ്ങളില്ല, അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഈ എലത്തൂർ അങ്ങയുടെ ഒരു തട്ടകമാണ്. അങ്ങക്ക് എലത്തൂരിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ബാധിക്കുമോ? എലത്തൂരിലെ NCP പ്രവർത്തകന്മാർക്ക് സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ഥാനാർത്ഥി വരുന്നതിൽ അവർക്ക് വർദ്ധിച്ച ആവേശവും സന്തോഷവുമല്ലാതെ ഒരു സന്തോഷക്കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭരണ തുടർച്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മിക്കവാറും എല്ലാ മന്ത്രിമാരും മത്സര രംഗത്തുണ്ട് താനും. എങ്ങനെയാണ് പിണറായി ഇടത് ഭരണ തുടർച്ചയുടെ സാധ്യത? ആ ചോദ്യത്തിന് മികച്ച ഭരണവും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സാമ്പത്തിക പ്രതിസന്ധി മറികടന്നുകൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഏക ഗവൺമെൻറ്റാണ് കേരളത്തിലെ സർക്കാർ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കണം എന്ന് അവരുടെ പാർട്ടിയും LDF-ഉം തീരുമാനിച്ചത്. അവസാനമായൊരു ചോദ്യം. മുക്കം മുഹമ്മദ് പ്രചരണ രംഗത്ത് AK ശശീന്ദ്രനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കും? അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ചുമതല നിർവഹിക്കുന്നതിൽ ഇതുവരെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയൊരു വീഴ്ചയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രചരണത്തിന് AK ശശീന്ദ്രനൊപ്പം അദ്ദേഹം ഉണ്ടാകും. ഞാൻ മുക്കം മുഹമ്മദിൻ്റെ മുമ്പിൽ AK ശശീന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രവർത്തകൻ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ട ചുമതലക്കാരനാണ് അദ്ദേഹം. ആ നിർവഹണ പ്രക്രിയയിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുമെന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല. താങ്ക് യു മിനിസ്റ്റർ. ആശംസകൾ. വളരെ കൃത്യമായി AK ശശീന്ദ്രൻ രണ്ട് കാര്യം പറയുന്നു. പിണറായി ഭരണം തുടരണമെന്നതാണ് ജനങ്ങളുടെ ഇതം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ വീണ്ടും നയിക്കണമെന്ന് CPIM-ഉം LDF-ഉം തീരുമാനിച്ചത്. മറ്റൊന്ന്, എലത്തൂരിൽ വിജയമുറപ്പാണ്. മുക്കം മുഹമ്മദ് LDF-ന്റെ ജില്ലാ കൺവീനർ എന്നുള്ള നിലയിൽ ഇടതു സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും AK ശശീന്ദ്രൻ പറയുകയാണ്. ക്യാമറാമാൻ അനൂപ് S. നായർക്കൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.